ഗായ്സ്, എല്ലാവർക്കും ദിനാസ് ആണെന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓണം വ്ലോഗുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ തേക്കുതോട് പ്രവാസി ഗ്ലോബൽ സംഗമത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊരു ഓണാഘോഷം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് നമ്മൾ ഈ ഒരു ഓണം വ്ലോഗ് ചെയ്യുന്നത്. ആ ധാവണി എടുത്ത കുട്ടിയെ കണ്ട് എന്ത് സുന്ദരിയാണ്, ആരാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നേ. ധാവണി എടുത്ത കുട്ടി ഔട്ടായി പോയി. പിന്നെ കുറേ ആൻറ്റിമാരുടെ മത്സരം ഉണ്ടായിരുന്നു. വാശിയേറിയ ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ആരാ ജയിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മണിയടിക്കുന്ന അങ്ങളിന് ബോറടിക്കുന്നെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ നിസാമാമിയാണ് ജയിച്ചത്. പിന്നെ കുറേ ആൻറ്റിമാരുടെ മത്സരം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പ്രവാസിയിലെ കുറേ അങ്കിൾമാരുടെ ഒരു കസേരകളിയായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ പഴയകാല ഓണാഘോഷങ്ങളും ഓണക്കളികളും ഒക്കെ ഓർമ്മ വന്നില്ലേ? ഓർമ്മ വന്നെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഗായ്സ്, ഇതാണ് നമ്മുടെ കുളങ്കര മത്സരം. ഇതിൽ 6th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് മത്സരിക്കായിരുന്നു. ഞാനും എൻ്റെ കസിൻ ഷിഫാനയും 6ാം ക്ലാസ്സിലായതുകൊണ്ട് ഞങ്ങൾ പോയി മത്സരിച്ച. അതുപോലെ എൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കസിനോടുണ്ട് കേട്ടോ. അവൻ്റെ പേര് സഫാൻ എന്നാണ്. ഒരു ബ്ലൂ ബെന്നിനും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ലെഗിൻസും ഇട്ട കുട്ടിയാണ് എൻ്റെ കസിൻ ഷിഫാൻ. ഈ ഒരു പിങ്ക് കളർ ഡ്രസ്സ് ഇട്ട, പിങ്ക് കളർ ഉടുപ്പും അതുപോലെ തന്നെ ഒരു ബ്ലൂ കളർ പാൻറ്റും ഇട്ട കുട്ടിയാണ് എൻ്റെ കസിൻ സഫാൻ. ഞങ്ങൾ 3 പേരും മത്സരിച്ചായിരുന്നു. പക്ഷേ സഫാനും ഷിഫാനിക്കും പ്രൈസ് ഇല്ലായിരുന്നു. എനിക്ക് 2nd പ്രൈസ് ഉണ്ടായിരുന്നു. അവർക്ക് വിഷമമായിപ്പോയി, അവർക്ക് പ്രൈസ് ഇല്ലാഞ്ഞതിൽ. ഗായ്സ്, ഇതാണ് നമ്മുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മത്സരം. ഇതിൽ ഞാനും ഷിഫാനയുടെ സിസ്റ്റർ ഷഫ്നാക്കച്ചിയും അതുപോലെ തന്നെ എൻ്റെ വേറൊരു കസിനുണ്ട് അൻസാക്കച്ചിയും, ഞങ്ങളെല്ലാം കൂടെയാണ് മത്സരിച്ചത്. അതുപോലെ അങ്ങേ സൈഡിൽ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ മത്സരിച്ചു. പക്ഷേ എൻ്റെ കുപ്പിയിലാണെങ്കിൽ കുറച്ച് വെള്ളം പോലും വീഴുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വെള്ളം നല്ലപോലെ വെളിയിൽ പോയി. അങ്ങനെ അവസാനം ഞാൻ തന്നെ തോറ്റ് പിന്മാറുകയായിരുന്നു. പിന്നെ വലിയ ആൻറ്റിമാരുടെ കുപ്പിവെള്ളം നിറയ്ക്കൽ മത്സരമായിരുന്നു. പിന്നെ നമ്മളുടെ വടംവലി മത്സരമാണ്. ഇത് നമ്മളുടെ ഓണത്തിന് വളരെ സ്പെഷ്യലാണ്. സ്കൂളിലും ഇതുപോലെ ഗേൾസ് ഒരു സൈഡിലും ബോയ്സ് ഒരു സൈഡിലുമായിരുന്നു. പക്ഷേ സ്കൂളിൽ ജയിച്ചത് ഞങ്ങൾ ഗേൾസ് ആയിരുന്നു. ഇവിടെയും ഗേൾസ് തന്നെയാണ് ജയിച്ചത്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിച്ചിരി സസ്പെൻസാണ്, നിങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണത്. ഇതിൽ പകുതി കുട്ടികളും വേറെ സ്കൂളിലാണ്. ഞാൻ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളാണ്. കുറച്ചതുകൊണ്ട് ആ വീണിട്ട് ചിരിക്കുന്ന കുട്ടിയാണ് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആർഷയാണ്. ഞാൻ ആദ്യമൊക്കെ നിന്നത്
ആ ഒരു വടം വലിച്ചപ്പോൾ ആ ഒരു സൈഡിലും ഫ്രണ്ടിൽ ആ ഒരു നടുക്ക് ഭാഗത്തൊക്കെ ആയിട്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ നിന്ന് വലിക്കുമ്പോൾ നന്നായിട്ട് വലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും ബാക്കിൽ പോയി നിന്ന് വലിക്കുന്നതാണ് പതിവ് വടം വലിക്ക്. എനിക്കെങ്കിൽ നന്നായിട്ട് വലിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ ബാക്കിൽ നിന്നാണ് വലിക്കുന്നത്. ഇവിടെ ഒരു റൗണ്ടിൽ മാത്രം ബോയ്സ് മത്സരിച്ച് വിജയിച്ചു. പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ ഫൈനലിൽ വരെ ഞങ്ങളായിരുന്നു ജയിച്ചത്. പക്ഷെ അവിടെ ട്വിസ്റ്റ് സംഭവിച്ചു. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഇത് സെമി ഫൈനലാണ്. ഇതിലും ഗേൾസാണ് ജയിക്കുന്നത്. ഇതിൽ ഞങ്ങൾ ഗേൾസ് ബോയ്സിനെല്ലാം വലിച്ച് തറയിലിട്ടിട്ടുണ്ട്. എല്ലാ വട്ടവും അവർ വീഴുവാണ്. ആകെ ഒരു പ്രാവശ്യം മാത്രമേ അവർ ജയിച്ചുള്ളൂ. ഇനി ഇതാണ് നമ്മുടെ ഫൈനൽ. ഈ ഫൈനൽ റൗണ്ടിൽ ജയിക്കുന്നവരാണ് ഇതിലെ വിജയ്. ഞങ്ങൾ ആഞ്ഞു വലിക്കാൻ പോവാണ്. ഗൈസ്, ഈ റൗണ്ടിൽ ഞങ്ങളാണ് അവരെ വലിച്ച് തറയിടുന്നത്. പക്ഷെ ഞങ്ങൾ തോറ്റു. കാരണം ഞങ്ങളുടെ കാല് ആ ഒരു വരയ്ക്കപ്പുറം പോയി, കണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ ഔട്ടായി. അവരാണ് ജയിച്ചത്. എങ്കിലും സാരമില്ല, ഞങ്ങളവരെ വലിച്ച് തറയിട്ടില്ല, അതുപോലെ. പക്ഷെ അവരാണ് വിജയികൾ. ഞങ്ങളപ്പോൾ നിന്ന് സന്തോഷിച്ചു. പിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെ തോറ്റേന്ന്. പിന്നെ ഒരു ആൻറ്റി വന്ന് മത്സരിച്ചപ്പോൾ ആൻറ്റി തറയെ വീണു. പക്ഷെ ആൻറ്റിയുടെ ടീമാണ് ജയിച്ചത്. പിന്നെ ഇത് വലിയ അങ്കിൾമാരുടെ വടംവലിയാണ്. ഇവിടെയും വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന അങ്കിൾമാർ തന്നെയാണ് ജയിക്കുന്നത്. പിന്നെ ഗൈസ്, ഇവിടെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കുട്ടികളുടെ. അതുകൊണ്ട് ഇത് കൈകൊട്ടിക്കളിയാണ്. അവിടെ ഒരു കൊച്ചുകുട്ടി നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു അങ്കിളിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.